Hello everyone, welcome back to my channel. So ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിൻ്റെ മുന്നത്തെ ദിവസം എടുത്തു വെച്ചിട്ടുണ്ടായ കുറച്ച് വീഡിയോസാണ്. സോ ബേസിക്കലി ഈ ഒരു വീഡിയോയിൽ നമ്മുടെ ക്ലീനിങ്ങും കാര്യങ്ങൾ തന്നെയായിരിക്കും മെയിനായിട്ടുണ്ടാവുക. ഈ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിലും പെരുന്നാൾ നോമ്പും അങ്ങനെ പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇടാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല. ഇപ്പോഴും ഇട്ടിട്ടില്ലെങ്കിൽ പിന്നെ ഇത് തീരെ ഇടലുണ്ടാവില്ല. അതുകൊണ്ടാണ് ഇന്ന് തന്നെ ഞാൻ എഡിറ്റ് ചെയ്തിട്ട് ഇത് ഇടാമെന്ന് വിചാരിച്ചത്. എന്തായാലും കഷ്ടപ്പെട്ട് വീഡിയോ ഒക്കെ എടുത്തല്ലേ, സോ ഇതിവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ രാവിലെ തന്നെ കുറച്ച് ക്ലീനിങ്ങിൻ്റെ പരിപാടിയിലേക്ക് കിടന്നു. വിൻഡോ ഒക്കെ പൊടി തട്ടാനും പിന്നെ ഗ്ലാസും കാര്യങ്ങളൊക്കെ ഒന്ന് തുടക്കാനുണ്ടായിരുന്നു. സോ ഞാനും എൻ്റെ സിസ്റ്ററും നമ്മൾ രണ്ടാളും കൂടി അതൊക്കെ ചെയ്യുന്ന നോമ്പായതുകൊണ്ട് തന്നെ എല്ലാം ഒപ്പരം ചെയ്യാൻ കഴിയില്ല. സോ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇപ്പം ചെയ്തു വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തുടങ്ങിയതായിരുന്നു. ഈ ഒരു ഗ്ലാസ് ക്ലീൻ ചെയ്യൽ ചെറിയ ടാസ്ക് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ലിക്വിഡൊക്കെ ഇട്ടിട്ട് അതങ്ങനെ തുടച്ച് ക്ലീനാക്കി എടുക്കുന്നുണ്ട്. ഇന്നത്തെ ദിവസം തന്നെ നമ്മൾ ഒരു ഫേസ് പാക്കും ഹെയർ പാക്കൊക്കെ ഇടാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. സോ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം അത് ഇടാനായിട്ട്. സോ നമ്മളെല്ലാം പെട്ടെന്ന് തന്നെ തീർക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ ഓൾമോസ്റ്റ് പൊടി തട്ടലും ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നെ പെട്ടെന്ന് തന്നെ അടിച്ചുവാരി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അടിച്ചുവാരാനായിട്ട് പോയി. എല്ലാ പണിയും പിന്നെ ഷെയർ ചെയ്യാൻ ഒരാളുള്ളതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നമില്ല. അപ്പുറം ഇപ്പുറം ഷെയർ ചെയ്ത് അങ്ങനെ കാര്യങ്ങൾ ചെയ്യലാണ്. സോ ഞാൻ അടിച്ചു വരുന്ന ടൈം കൊണ്ട് ഓള് നമ്മൾ ഉള്ളിൽ വെക്കേണ്ട കുറച്ച് പോട്ടുണ്ടായിരുന്നു. സോ അതൊക്കെ ക്ലീനാക്കി വേറെ പോട്ടിൽ പ്ലാന്റൊക്കെ ഒന്ന് സെറ്റാക്കി വന്നിട്ടുണ്ട്. സോ നമ്മൾ പിന്നെ നോക്കില്ലായിരുന്നു ഇത് എവിടെ വെക്കണം എന്നുള്ളത്. അങ്ങനെ പിന്നെ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ മാറ്റി വെച്ചു. പിന്നെ നമുക്ക് ഇതിൻ്റെ സൈഡിലായിട്ട് നമുക്കൊരു ചെറിയ ഒരു വൈറ്റ് റാക്ക് വരുന്നുണ്ട്. ഇതിലാണെങ്കിൽ കാര്യമായിട്ടൊന്നും വെക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ ഒരു ബോർഡും പിന്നെ ഒരു 2 ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സും പിന്നെ ഈ ഒരു ബുക്കാണ് വെക്കൽ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ നേരെ ഡൈനിങ് ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് പോയി. അതൊക്കെ ഒന്ന് നല്ലോണം തുടച്ച് ക്ലീൻ ചെയ്ത് അതിൻ്റെ മേലെ വെക്കുന്ന സാധനങ്ങളൊക്കെ അതേപോലെ തന്നെ എടുത്ത് വെച്ച് അങ്ങനെ പിന്നെ നമ്മുടെ ക്ലീനിങ് ഒക്കെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. ആ ടൈം കൊണ്ട് ഞാൻ കുറച്ച് റൈസും പിന്നെ എന്തൊക്കെ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ഒന്ന് കഴുകി ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാനേനു. അപ്പോൾ ആ ടൈം നോക്കുമ്പം ഉമ്മ ഈ കുഞ്ഞിപ്പത്തലിന് വേണ്ട സംഗതികളൊക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. സോ അതൊക്കെ ഹെൽപ്പ് ചെയ്തു. പിന്നെ ആ ടേബിളും പെട്ടെന്ന് തന്നെ തുടച്ചു. പിന്നെ കുറേ നാളായിട്ട് കാണുന്നതാണ് ഈ ഒരു എഗ് വൈറ്റും കോഫി പൗഡറൊക്കെ വെച്ചിട്ട് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത്. സോ അങ്ങനെ അത് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതൊക്കെ ട്രൈ ചെയ്തു. അങ്ങനെയൊക്കെ കഴിയുമ്പോഴത്തേക്കും പിന്നെ നോമ്പ് തുറക്കാൻ ടൈമായിട്ടുണ്ടായിരുന്നു. ഇന്നെല്ലാം സിമ്പിളായിട്ടാണ് ഉണ്ടാക്കിയത്. സാൻഡ്വിച്ചും മുട്ട പൊരിച്ചതും ഫ്രൂട്ട്സും ഷേക്കൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മളിത് അതൊക്കെ കുടിച്ചു നോമ്പൊക്കെ തുറന്ന്. ഇന്ന് ക്ലീനിങ്ങിൻ്റെ പരിപാടികളുള്ളതുകൊണ്ട് തന്നെ നമ്മൾ കിച്ചണിലേക്കേ വന്നിട്ടില്ലേനു. നമ്മൾ വരുമ്പോഴത്തേക്കും ഉമ്മ ഈ ഒരു സാൻഡ്വിച്ചും ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നോമ്പൊക്കെ തുറന്നതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള പരിപാടിയിലേക്ക് കടന്നു. സോ വേറൊരു ഫേസ് സ്ക്രബ് പോലത്തെ ഒരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അതൊക്കെ ഇട്ടു. പിന്നെ ഹെയർ പാക്ക് ഉണ്ടാക്കി അതും അപ്ലൈ ചെയ്തിട്ട് എനിക്ക് തുടക്കാനുണ്ടായിരുന്നു. സോ ഞാൻ തുടക്കാനായിട്ട് പോയി. അങ്ങനെ പിന്നെ തുടക്കലും കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും പാപ്പ നല്ല അടിപൊളി ജാമ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. പിന്നെ അതിൻ്റെ കളറൊക്കെ കണ്ടപ്പം അത് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തേനു. അങ്ങനെ പിന്നെ അതെല്ലാം കഴിഞ്ഞ് അങ്ങനെ പിന്നെ ആ ദിവസം പിന്നെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടില്ല, കിടന്നുറങ്ങി. പിന്നെ പിറ്റേ ദിവസം നമ്മളൊരു ഉച്ചക്കായപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് നേരെ ഉമ്മാമ്മൻ്റെ അടുത്തേക്ക്. നമുക്ക് ഈ പ്രാവശ്യം പെരുന്നാൾ ആടുന്നായിരുന്നു. സോ അങ്ങനെ നമ്മൾ അവിടെ എത്തിയതിന് ശേഷം ഞാനും അനിയത്തിയും കൂടി ഇറങ്ങിയിട്ടാണ്. നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു, ഇളനീരും അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ. അങ്ങനെ നമ്മൾ രണ്ടാളും കൂടി പോയി അതൊക്കെ മേടിച്ച് വന്നു. പിന്നെ നമ്മളിതാ നോമ്പൊക്കെ തുറന്നതിന് ശേഷം കുറച്ച് നേരം ഗെയിമൊക്കെ കളിച്ചിരുന്നു. ഇന്നാണെങ്കിൽ സിസ്റ്ററിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ നമ്മൾ ചെറിയൊരു ബ്രൗണിയൊക്കെ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മളങ്ങനെ 12 മണി വരെ വെയിറ്റ് ചെയ്തു. അങ്ങനെ അതൊക്കെ കട്ട് ചെയ്തു. സോ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ഇതേപോലത്തെ വീഡിയോസിനായിട്ട് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.